സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കുറ്റിപ്പുറത്താണ്. നമ്മൾ ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരുന്ന കുറ്റിപ്പുറം ROBയിലെ ബൗസ്റ്റിംഗ്, ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ട് 830 ടൺ ഭാരമുള്ള ഒരു ബൗസ്റ്റിംഗ്, സ്റ്റീൽ ബൗസ്റ്റിംഗ് ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ച് നമ്മുടെ റെയിൽവേ ട്രാക്കിന് മുകളിൽ എടുത്തു വെക്കുന്ന പണി ആദ്യമായിട്ട് നടന്നത് നമ്മുടെ കുറ്റിപ്പുറത്താണ്. അതിന്റെ വിശദമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തതാണ്. ഏതായാലും ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ആ ഒരു ബൗസ്റ്റിങ്ങിന് മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരാഴ്ചയായിട്ടോ പണികൾ കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ട്. അപ്പോൾ അതിന് മുകളിൽ ടാറിങ് ചെയ്യുന്ന പണികളും അതേപോലെ റോഡ് മാർക്കിംഗ്, ലൈൻ മാർക്ക് ചെയ്യുന്ന പണികളും ക്രാഷ് ബാരിയറിന്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 2 വരി ROB ഉണ്ടല്ലോ, അതായത് വന്ദേ ഭാരത് പോകുന്നുണ്ട്. അന്ന് ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ആ ഒരു ബൗസ്റ്റിങ്ങിന്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. അന്നൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അന്ന് റെഡ് അലർട്ട്, നല്ല കാറ്റുമായുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ വെൽഡിംഗ് പണികളും അതേപോലെ ഗ്രൈൻഡ് ചെയ്യുന്ന പണികളൊന്നും നടക്കൂല. അതുകൊണ്ട് അത് ഒഴിവാക്കി. പിന്നെ രണ്ടാമത്തെ ഇതിൽ വീല് ജാമായി, മൂന്നാമത്തെ ഇതിൽ പകൽ സമയത്ത് ഇത് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വെൽഡിംഗ് പണികളും ഗ്രൈൻഡ് ചെയ്യുന്ന പണികൾക്കൊക്കെ കറക്റ്റായിട്ട് ആ ഒരു വിഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടും എന്നുള്ള നിലയ്ക്ക് ഡേ ടൈമിൽ ചെയ്താൽ മതി എന്ന് നമ്മുടെ ഈ ശ്രീധരൻ സാറ് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതിലാണ് ഇവർ പകല് ട്രൈ ചെയ്ത് അത് വിജയിച്ചു. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി അതിന്റെ റീലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരുന്ന കുറ്റിപ്പുറം ROBക്ക് മുകളിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. നിലവിലുള്ള ആ ഒരു 2 വരി ROB അതേപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് 3-2 എന്ന രീതിയിലാണ് കടന്നു പോകുന്നത് കേട്ടോ. ഏതായാലും സംഭവം സെറ്റായി. ഇനി ഇടപ്പള്ളിയിൽ ഒരു ROBയിൽ ഇതേപോലത്തെ ബോസ്റ്റിംഗ് വെക്കാനുണ്ട്. കൊല്ലം ജില്ലയിൽ ഒന്ന് വെക്കാനുണ്ട്. പക്ഷെ അതൊന്നും ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ടല്ല തോന്നുന്നു കേട്ടോ. ഹൈഡ്രോളിക് ജാക്ക് പറഞ്ഞാൽ ഒരു വീല് വെച്ചിട്ട്, കാരണം ഇതിന്റെ നടുഭാഗത്തൊന്നും ഉണ്ടാവില്ല. അന്നത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇതിന് മുകളിൽ ഒരു ട്രാക്ക്, റെയിൽവേ ട്രാക്ക് വെച്ച് ഡിസൈൻ ചെയ്തിട്ട് അതിന് മുകളിലൂടെ ഇങ്ങനെ തള്ളി കൊണ്ടുപോയിക്കാന്നുണ്ടെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവിടുത്തെ ഇതെന്താ ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ, ഇതിന് ഈ നടുഭാഗത്ത് ഇപ്പൊ ഈ ഇതിന് പ്ലാറ്റ്ഫോമും 4 ട്രാക്ക് കൂടെ ഉണ്ട്. അത്രയും ദൂരത്തിൽ റെയിൽവേ ട്രാക്ക് ഇവിടെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇങ്ങനെ വളഞ്ഞിട്ടുള്ളൊരു സ്ഥലമല്ലേ. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ഈ നടുഭാഗത്ത്, അതായത് ഈ ഒരു ബൗസ്റ്റിംഗ് നീക്കുന്ന ഒരു സമയത്ത് റെയിൽവേ ട്രാക്കിന് ക്രോസ് ആയിട്ട് ട്രാക്ക് ഇട്ടിട്ടില്ല. ഇവിടുന്ന് ഒരു ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ തള്ളും, പുഷ് ചെയ്ത് ആ ഒരു തല അപ്പുറത്ത് എത്തിയിട്ട്, അപ്പുറത്ത് ആ ഒരു പിയറിന്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ട് അതിന്ന് വീലുമൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്ത് പോലെയാണ്. അതാണ് ആ ഒരു ടെക്നോളജിയാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞിട്ടോ. അല്ലാതെ ഈ ഒരു സാധനം എല്ലായിടത്തും ആൾക്കാർ ചേരം ഈ ഒരു സാധനം എന്ന് പറയുമ്പോൾ ഇതാണ് വലിയ ടെക്നോളജി എന്നാണ്. അടിഭാഗത്ത് ഒന്നുമില്ല, റെയിൽവേ ട്രാക്കിന് മുകളിൽ ഒന്നുമില്ലാതെ ഇങ്ങനെ നീക്കി കൊണ്ടുപോകുന്ന പരിപാടിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞേക്കാന്നുണ്ടെങ്കിൽ അടിയിലോ ഒരു റെയിൽവേ ട്രാക്കോ കാര്യങ്ങളോ ഒന്നും ഇടാതെ, ട്രാക്ക് ഒന്നും ഇടാതെ ഈ തലക്കുന്ന ആ തലക്കേക്ക് ഇങ്ങനെ തള്ളി കൊണ്ടുപോകും. ആ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത്. എന്തിനില്ല സുഹൃത്തുക്കൾ, അന്നത്തെ രാത്രി ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. 3 പ്രാവശ്യം നമ്മൾ രാത്രി ഉറക്കൊഴിച്ചോടെ നിന്നു. ഫസ്റ്റ് ദിവസം റെഡ് അലർട്ടായിട്ട് അന്ന് അങ്ങനെ പോയി. പിന്നെ ഒരു ദിവസം വീല് ജാമായിട്ട് പോയി. പിന്നെ മൂന്നാമത്തെ ഇതിൽ നമ്മൾ രാവിലെ 4 മണിക്ക്, പുലർച്ചെ 4 മണിക്കൊക്കെയാണ് വീട്ടിലേക്ക് എത്തുന്നത് തോന്നുന്നു. ഏതായാലും ബൗസ്റ്റിങ്ങിന്റെ ഈ ഒരു ഭാഗത്ത് ഇപ്പൊ ക്രാഷ് ബാരിയറിന്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ സൈഡിൽ ഫുട്പാത്തിന്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ കുറച്ചും കൂടി പണികൾ ബാക്കിയുണ്ട്. നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കുറ്റിപ്പുറം ഭാഗത്ത് ഇപ്പൊ 2-3 ദിവസമായിട്ട് നിരവധി അപകടങ്ങൾ നടന്നിട്ടുണ്ട്. എന്തായാലും കുറ്റിപ്പുറം ഈ ഒരു ബൗസ്റ്റിംഗ്, ഈ ഒരു ROB തുറന്നു കൊടുത്തുകൊണ്ട് അപകടങ്ങൾക്ക് കുറച്ചൊരു കുറവുണ്ടാകും. കാരണം ആ ഒരു ഒരേ ട്രാക്കിലൂടെ പോകുമ്പോൾ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ, ആശുപത്രിപ്പടിന്റെ ആ ഭാഗത്ത് ആ ഓവർപാസിന്റെ അടിയിലൊക്കെ നിരവധി വാഹനങ്ങൾ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ 2 സൈഡിലേക്കുള്ള വാഹനങ്ങൾ സുഖമായിട്ട് പോകുന്നുണ്ട്. പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. സൂക്ഷിച്ചു പോകാനുള്ള ബോർഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നിലവിലുള്ള പാലം 2 വരി ആയത് അപകടങ്ങൾ കൂട്ടുമോ എന്ന് കാത്തിരുന്ന് കാണാം. ദേശീയപാതയുടെ നിർമ്മാണത്തിൽ മലപ്പുറം ജില്ലയിലെ ഈ ഒരു 2ാമത്തെ റേഞ്ചിൽ 2 സ്ഥലത്തായിരുന്നു പണികൾ കാര്യമായിട്ട് നടക്കാനുണ്ടായിരുന്നതല്ല, ബാക്കി ഉണ്ടായിരുന്നത്. ഒന്ന് വട്ടപ്പാറ വാഴക്കിന്റെ ഒരു തുടക്കത്തിൽ തൃശ്ശൂർ ഭാഗത്തേക്ക്, അതായത് കുറ്റിപ്പുറം ഭാഗത്തേക്ക് വരുമ്പോൾ ആ ഒരു സൈഡിൽ സോയിൽ നെയിലിങ്ങിന്റെ കുറച്ച് പണികൾ ബാക്കിയുണ്ടായിരുന്നു. അവിടെ 2 വരിയിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് ഈ കുറ്റിപ്പുറം ROBയുടെ പണികൾ കഴിഞ്ഞു. അതിന് മുകളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് പോകുന്നത്. ഇത് കണ്ടെങ്കിൽ ഈ ഒരു ROBയോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞ് സുഖമായിട്ട് വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ ഒരു സൈഡിൽ എൻട്രി പോയിന്റും ഒരു സൈഡിൽ എക്സിറ്റും ആണ് കൊടുത്തിട്ടുള്ളത്. ആശുപത്രിപ്പടി മൂടാൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടുന്ന് എക്സിറ്റ് ആവുക. മൂടാൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതിന് മുമ്പ് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു എക്സിറ്റും കൂടി ഉണ്ട്. അവിടെ നിന്നാണ് ആ ഒരു ടെമ്പോ ട്രാവലറും
ഒരു ബേക്കൂർ ആക്സിഡൻ്റ് ആയില്ലേ, അതൊക്കെ ആ ഒരു ഭാഗത്തു നിന്നാണ്. ഇവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, പാറ പൊട്ടിക്കുന്ന പണികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ എന്ത് പെട്ടെന്നാണ് ഇവിടുത്തെ പണികൾ കഴിഞ്ഞത്. സത്യം പറയല്ലോ, ഈ ഒരു മലപ്പുറം ജില്ലയിലെ 1ാമത്തെ റീച്ചിലും 2ാമത്തെ റീച്ചിലും ഇവിടുത്തെ പണി ചെയ്യുന്ന KNRCL എന്ന കമ്പനി നല്ല വേഗത്തിലാണ് ദേശീയപാതയുടെ പണികൾ തീർത്തിട്ടുള്ളത്. കേരളത്തിലെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ വളരെ ചുരുക്കം കമ്പനിയാണ് പണി പെട്ടെന്ന് തീർക്കണം എന്നുള്ള ചിന്തയോടുകൂടി പണി ചെയ്തിട്ടുള്ളത്. അതിൽപ്പെട്ടൊരു കമ്പനിയാണ് മലപ്പുറം ജില്ലയിലെ 1ാമത്തെ റീച്ചിലെയും 2ാമത്തെ റീച്ചിലെയും പണി ഏറ്റെടുത്ത KNRC എന്ന കമ്പനി. ഏതായാലും ബൗസ്റ്റിംഗ് സംഭവമായിട്ടുണ്ട്. ചോറോട്, അതേപോലെ ഇടപ്പള്ളി, കൊല്ലം ജില്ലയിലും ഈ ഒരു ബൗസ്റ്റിംഗ് നീക്കി വെക്കുന്ന പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചോറോട് നീക്കി കഴിഞ്ഞെങ്കിലും കേട്ടോ, പക്ഷേ ഈ ഒരു ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ടില്ല. അത് റെയിൽവേ ട്രാക്ക് ഇട്ടിട്ട് അതിന് മുകളിലൂടെ ഇങ്ങനെ നീക്കി കൊണ്ടുപോകുന്ന പണിയാണ് നടന്നിട്ടുള്ളത്. ഇവിടെ ട്രാക്ക് ഇല്ലാതെയാണ് ആ ഒരു പരിപാടി നടന്നിട്ടുള്ളത് കേട്ടോ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ഞാനിവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതായിരുന്നില്ല അന്ത ടെക്നോളജി എന്നുള്ളത്. ഏതായാലും കുറ്റിപ്പുറത്ത് ഒരുപാട് പാലങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ പാലത്തിൻ്റെയും പണി കഴിഞ്ഞു. ഇപ്പോൾ ദാ വണ്ടികൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോണു. ഈ ഒരു ഭാഗത്തായിരുന്നു നിരവധി അപകടങ്ങൾ നടന്നിരുന്നത്. കാരണം ഇവിടുന്ന് ഡൈവേഷൻ ഉണ്ടാക്കും. ഈ ഒരു മൂടാല ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നല്ല സ്പീഡിലായിരിക്കും വരിക. അവർ ഞാനത് പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞ് തുറന്നു കൊടുത്ത സ്ഥലമായിരിക്കും എന്നാണ് ആ ഒരു ചിന്തയിലങ്ങോട്ട് വന്ന് ഇവിടെ ബ്ലോക്കിലുണ്ടാകും. ഇവിടെ അടുത്തൊരു ലോറി ചീറിപ്പാഞ്ഞ് വന്ന് പിറകിലുള്ള വാഹനങ്ങൾക്കൊക്കെ അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. എന്ത് പെട്ടെന്നാണ് ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഭാഗത്തെ വീഡിയോ ചെയ്തപ്പോൾ ഇവിടെ പാറ പൊട്ടിക്കുന്നു. ഇവിടെ കുറച്ച് പാറ ആയതുകൊണ്ടാണ് കുറച്ച് നേരം വൈകിയത് കേട്ടോ. പാറ പൊട്ടിക്കുന്ന പണികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ തിരുവനന്തപുരം വരെ പോയി കഴക്കൂട്ടം ഭാഗം വരെയുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിച്ചു. അവിടുന്ന് തിരിച്ച് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ പണി കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ പോകാൻ തുടങ്ങി. ഇവിടെ ഒരു എൻട്രി പോയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ആശുപത്രിപ്പടി മൂടൽ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ചും കൂടി പണികൾ ബാക്കിയുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് 2 വരിയിലാണ് പാത കടന്നു പോകുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് ഭാവിയിൽ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം അപകടങ്ങൾ കൂടുന്നതായിരിക്കും. ഇവിടുന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും തൃശ്ശൂർ, കുന്നംകുളം, എടപ്പാൾ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ, മിനി പമ്പയിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ എങ്ങനെ പോകണമെന്ന് ഇവിടുന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോളി. ഈ ഒരു ROB കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ എക്സിറ്റിൽ നിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ള ബോർഡ് കാണുമ്പോൾ എക്സിറ്റ് ആയിട്ട് പോകുക. അല്ലാന്നുണ്ടെങ്കിൽ കുറേ ദൂരം പോയിട്ട് CV ജംഗ്ഷൻ ഭാഗമൊക്കെ ആ ഒരു ഭാഗം എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് എക്സിറ്റ് എടുത്ത് പിന്നെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഫുട്പാത്തിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 2 വരി കേട്ടോ. ആ 2 വരി ആദ്യത്തെ ROBയിൽ ഇപ്പോൾ ഫുട്പാത്തിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എക്സിറ്റ്. തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ ഒരു എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആകാൻ മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങ് ദൂരെ പോയതിന് ശേഷം മാത്രമേ എക്സിറ്റ് ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ കുറ്റിപ്പുറം ആ ഒരു ഫ്ലൈ ഓവറൊക്കെ ഉണ്ടല്ലോ, കുറ്റിപ്പുറം ജംഗ്ഷനിലൂടെ ഇങ്ങനെ പോയിട്ട് പഴയ പാലത്തിന് മുകളിലൂടെ ഇങ്ങനെ പോയിട്ട് മിനി പമ്പിൻ്റെ അവിടുത്തെ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് എങ്ങനെ പോകുക. ഇതേപോലത്തെ മെർജിങ് പോയിന്റ് ആണ് എല്ലാ സ്ഥലത്തും വേണ്ടത്. ഇവിടുന്ന് ഇറങ്ങാനേ പറ്റുള്ളൂ, കയറാൻ പറ്റില്ല. കയറിക്കാന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ആകും. കണ്ടങ്ങൾ ഇത്ര വീതിയുള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ബോർഡ് കാണാം, തൃശ്ശൂർ, കുറ്റിപ്പുറം ടൗണ്, തിരൂർ ഭാഗത്തേക്ക് പോകേണ്ട ആൾക്കാർ ഇവിടുന്ന് ഇടത്തോട്ട് എങ്ങനെ പോകട്ടെ. ഇവിടുന്ന് ഇടത്തോട്ട് പോകുക, വലത്തോട്ട് അങ്ങനെ പോകരുത്. അത് നേരെ ഹൈവേയിലോട്ട് കയറാനുള്ളതാണ്. ഇതാണ് ഫ്ലൈ ഓവർ. തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ആ ഒരു നീല ബസ് അത് വരുന്നത് അതേമാതിരി ഇങ്ങനെ വന്നിട്ട് ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ ഇങ്ങനെ പോയിട്ട് ആ ബസ് കയറി പോകുന്നത് പോലെ ഇങ്ങനെ മുന്നോട്ട് കയറി പോവുക. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എന്തോരം തിരക്കുള്ളൊരു സ്ഥലമായിരുന്നില്ല ഇവിടെ. ഒരുപാട് കച്ചവടക്കാർ വൈകുന്നേര സമയത്തൊക്കെ ഒരുപാട് കച്ചവടക്കാർ, നാടൻ മോര്, മുളയരി പായസം, അങ്ങനെ ഒരുപാട് കച്ചവടക്കാരുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ കച്ചവടക്കാർക്ക് കുറവ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വാഹനങ്ങൾ ഈ ഒരു തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. കുറ്റിപ്പുറം പാലം ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്നൊരു പാലമാണ് കുറ്റിപ്പുറം പാലം. തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ, തൃശ്ശൂർ, എടപ്പാൾ, കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടുന്ന് ഇടത്തോട്ട് അങ്ങനെ പോവുക. പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പിന്നെ ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് അങ്ങനെ പോകുന്ന ആൾക്കാർ, തിരൂർ വരുന്ന ആൾക്കാർ നേരെ അങ്ങനെ പോവുക. ഇതാണ് തൃശ്ശൂർ, എടപ്പാൾ, കുന്നംകുളം, ചങ്ങരകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകേണ്ട വഴിട്ടോ. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കടക്കാൻ ഇവിടെ ഒരു ചെറിയൊരു ഫ്ലൈ ഓവർ കൊടുത്തിട്ടുണ്ട്. ബോക്സ് ഗാഡർ ഉപയോഗിച്ചിട്ട് ഫ്ലൈ ഓവർ കൊടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ മുമ്പേ ഈ ഒരു കുറ്റിപ്പുറം ഭാഗത്തെ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷനാണ്, തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എങ്ങനെ പോകും, തൃശ്ശൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് എങ്ങനെ പോകും എന്നുള്ളതൊക്കെ. ഏതായാലും ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. എന്നാലും അറിയാത്ത ആളുകളുണ്ടാവും, ആദ്യമായിട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ. ഇപ്പോൾ ഗുരുവായൂർ പോകാൻ ഭയങ്കര സുഖം. പൊന്നാനി, ഈ ഒരു ചാവക്കാട് വരെ സുഖമായിട്ട് നമുക്ക് പുതിയ ഹൈവേയിലൂടെ ഇങ്ങനെ പോകാം. ഇനി പൊന്നാനി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എടപ്പാൾ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലൈ ഓവർ കാര്യമായിട്ട് നിർമ്മിച്ചത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഫ്ലൈ ഓവറിലൂടെ ഇങ്ങനെ വന്നിട്ട് ചങ്ങരകുളം,
അതേപോലെ കോഴിക്കോട് പിന്നെ നേരെ ഇങ്ങോട്ട് പോയാൽ മതിയല്ലോ, കുറ്റിപ്പുറം, അതേപോലെ തിരൂര്, തിരുനാവായ ഒക്കെ പോകുന്ന ആളുകൾക്ക് പൊന്നാനി ഭാഗത്തു നിന്ന് വരുമ്പോൾ അതിൻ്റെ അപ്പുറത്തൂടെ ഇങ്ങനെ ചെറിയ റോട്ടും കൂടെ പോകാം. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലൈ ഓവറിലൂടെ ഇങ്ങനെ വന്നിട്ട് കുറ്റിപ്പുറം പഴയ പാലത്തിലൂടെ കയറി അങ്ങനെ കുറ്റിപ്പുറം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫ്ലൈ ഓവർ ജംഗ്ഷൻ ഉണ്ടല്ലോ, ആ ഒരു ജംഗ്ഷൻ്റെ അടിയിലൂടെ ഇങ്ങനെ യു ടേൺ എടുത്ത് പോകാം. തിരുനാവായ തിരൂര് പോകാൻ യു ടേൺ എടുക്കേണ്ട ആവശ്യമില്ല, കുറ്റിപ്പുറം ടൗണിലേക്ക് പോയിട്ട് അങ്ങനെ ആ റൂട്ടിലൂടെ അങ്ങനെ പോകുക. ഇനി തൃശ്ശൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ബോർഡ് എല്ലായിടത്തും ബോർഡുണ്ട് കേട്ടോ, ബോർഡില്ലാത്ത സ്ഥലങ്ങളൊന്നുമില്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ വലത്തോട്ട് തിരിഞ്ഞ് നമ്മുടെ കുറ്റിപ്പുറം പഴയ പാലത്തിലൂടെ ഇങ്ങനെ കയറിയിട്ട് നമ്മൾ ആ നേരത്തെ കണ്ട ആ ഒരു ഫ്ലൈ ഓവർ ഉണ്ടല്ലോ അതിനടിയിലൂടെ ഇങ്ങനെ യു ടേൺ എടുത്തിട്ട് എൻട്രി പോയിന്റിലൂടെ ഇങ്ങനെ കയറി പോവുക. കുറ്റിപ്പുറം പഴയ പാലം മദ്രാസ്. സുഹൃത്തുക്കളെ, പിന്നെ ഒരു ചെറിയൊരു ചോദ്യം, നമ്മുടെ ഈ കുറ്റിപ്പുറം പഴയ പാലം, ഈ കാണുന്ന പാലം നിർമ്മിക്കുന്ന സമയത്ത് കേരളം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടോ? കുറ്റിപ്പുറം പാലത്തിലൂടെയുള്ള യാത്ര ഒരുപാട് ആളുകൾക്ക് ഒരു ഓർമ്മയുള്ളൊരു യാത്രയായിരിക്കും ഈ കാണുന്ന കുറ്റിപ്പുറം പാലം. ഗുരുവായൂർ പോകുന്ന ആൾക്കാർക്കും, തൃശ്ശൂർ പോകുന്ന ആൾക്കാർക്കും, എറണാകുളം പോകുന്ന ആൾക്കാർക്കൊക്കെ മലപ്പുറം ജില്ല അങ്ങോട്ട് കിടക്കുമ്പോഴുള്ള ഒരു ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള ഒരു പാലാണല്ലോ കുറ്റിപ്പുറം പാലം. ഇന്നാ ഈ ഒരു പാലൊക്കെ ഓർമ്മയായിട്ടില്ല. തൃശ്ശൂർ പോകുന്ന ആൾക്കാരെന്തായാലും ഇതിലൂടെ തന്നെ പോകുള്ളൂ. അപ്പുറത്തുകൂടെ 6 വരിയിലൂടെ ചീറിപ്പാഞ്ഞ് പോകുന്ന ആൾക്കാർക്കൊക്കെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു പാലമായിരിക്കും കുറ്റിപ്പുറം പാലം. ഡെയിലി പോകുന്ന ആൾക്കാർക്ക് പിന്നെ ഇതൊരു പുത്തരി ആവില്ല. പക്ഷേ ഈ ഒരു പഴയ പാലത്തിന് മുകളിൽ റീടാറിങ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ വരെ റീടാറിങ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടാട്ടെ ക്ലിയർ. അപ്പം ഇനി തൃശ്ശൂരിൽ നിന്ന് എടപ്പാൾ ഭാഗത്തു നിന്നൊക്കെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ നമ്മളിപ്പോൾ പോണമാരി ഇങ്ങനെ വരിക, ഫ്ലൈ ഓവറിനടിയിലൂടെ ഇങ്ങനെ യൂട്ടേൺ എടുത്ത് കയറിട്ടോ. ഇപ്പോൾ ഇവിടെ കച്ചവടക്കാർ കുറച്ച് കുറഞ്ഞിട്ട് ഇവിടെ ഒരു കൺട്രോൾ റൂം ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് ഇവർ ക്യാമറയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണത്. ഇവിടെ ചെറിയൊരു കൺട്രോൾ റൂം ഉണ്ട്. എന്ത് പെട്ടെന്നാണ് ഈ ഒരു കുറ്റിപ്പുറം ഭാഗത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും വേഗത്തിൽ പണി നടന്നൊരു പാലമാണ് കുറ്റിപ്പുറം പാലം. നമ്മളിപ്പോൾ ഉള്ളത് കുറ്റിപ്പുറം ടൗണിലുള്ള ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്താണ്. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു എൻട്രി പോയിന്റിലൂടെ കയറി പോകട്ടോ. ഇവിടെ വലതുവശത്തൊക്കെ സ്ഥലം കാലിയായി കിടക്കണ്ടേ, നല്ല സ്പോട്ടായി മാറി. ഈ ഒരു പാലത്തിൻ്റെ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്ന സമയത്താണ് നമ്മുടെ ലോഡ് ടെസ്റ്റിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്ടാക്കിയിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് 1000, അതായത് 1000 സബ്സ്ക്രൈബേഴ്സ് അന്നാണ് കഴിഞ്ഞത്. അപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി പോകുക, അവിടെ നിന്ന് കേട്ട് റോങ് അടിച്ച് ഇറങ്ങാൻ നിൽക്കരുത്. ഇവിടെ നിന്ന് കുടുങ്ങിപ്പോകും. ബസ്സുകളും അതേപോലെ ലോറികളൊക്കെ കയറി വരുന്നൊരു സ്ഥലമാണ്. റോങ് അടിച്ച് ഒരിക്കലും അവിടെ നിന്ന് ഇറങ്ങി വരരുത്. വന്നിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടുങ്ങി. ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് നമ്മുടെ പുതിയ ROBയിലൂടെ നമ്മളിങ്ങനെ കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ കുറ്റിപ്പുറം ഭാഗത്തെ ഏറ്റവും പുതിയ കാഴ്ചകൾ കേട്ടോ. നമ്മൾ ഒരുപാട് കാലം ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞതിന് ശേഷം ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ അവസാനം നമുക്ക് ഈ ഒരു ദിവസം വന്നെത്തിയിരിക്കുന്നു. കുറ്റിപ്പുറം ROB ബോസ്റ്റിംഗ്, സ്റ്റീൽ ബോസ്റ്റിംഗ്, 830 ടൺ ഭാരമുള്ള സ്റ്റീൽ ബോസ്റ്റിങ്ങിന്റെ മുകളിലൂടെ ടാറിംഗ് ഒക്കെ ചെയ്തു. റോഡ് മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിന് മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ വാഹനം ഓടിച്ച് പോയത്. ഏതായാലും കുറ്റിപ്പുറം ഭാഗത്തുള്ള ആളുകൾക്ക് അഭിമാനിക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ചിട്ട് ആ ഒരു തള്ളി നീക്കുന്ന പരിപാടി ഒരു റെയിൽവേ ട്രാക്കിന് മുകളിൽ നടന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്താണ്. എല്ലാം നമുക്ക് തന്നെ അഭിമാനിക്കാം. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കൾ, ഇതൊക്കെയാണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ. വീഡിയോ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോയിക്കൊള്ളിട്ടോ. ഓക്കെ, ഇനി ഏതായാലും വേറൊരു വീഡിയോ ഇട്ട് വരാം. താങ്ക്